ഫ്ലൂയിഡ്സ് നമ്മുടെ വയറിന്, അടിവയറ്റിന് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കുക. അതാണ് എക്സസൈസിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുന്ന പെൺകുട്ടികൾക്ക് മെൻസ്ട്രൽ പെയിൻ കുറവായിരിക്കും. ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് പീരിയഡ്സിൻ്റെ സമയത്തുള്ള വേദന, ബുദ്ധിമുട്ടുകൾ ഒക്കെ കുറവായിരിക്കും. എക്സസൈസ് ചെയ്യാത്തതാണ് കാരണം. ഇപ്പോൾ PCODക്ക് പ്രധാനപ്പെട്ട സംഗതി ഭക്ഷണ നിയന്ത്രണവും എക്സസൈസും ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇതാണ് ഭക്ഷണത്തെക്കുറിച്ച് പറയാനുള്ളത്. എക്സസൈസിനെ കുറിച്ച് പറയാനുള്ളത്. എക്സസൈസ് മാത്രമല്ല, നമ്മൾ എപ്പോഴും എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പ്രസൻസ് ഓഫ് മൈൻഡ്. ജിമ്മിന് പോകുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ജിമ്മിൽ പോകാൻ നിർബന്ധമൊന്നുമില്ല, നല്ല എക്സസൈസ് വീട്ടിൽ ചെയ്താൽ മതി. പക്ഷേ അതൊക്കെ ഓരോരുത്തരെ എന്താണ് പറയുക, ഭയങ്കര ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, ഒരു സന്തോഷം വരുത്തുന്ന സംഗതികളാണ് എന്ന് മനസ്സിലാക്കുക എക്സസൈസുകൾ. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് വെള്ളം, അല്ലേ? എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം നമ്മൾ? 8 ഗ്ലാസ്, 20 ഗ്ലാസ്, 2 ലിറ്റർ. നമ്മൾ 20 കിലോ വെയ്റ്റിന് 1 ലിറ്റർ വെള്ളം കുടിക്കണം, അല്ലേ? 20 കിലോ വെയ്റ്റിന് 1 ലിറ്റർ വെള്ളം. അപ്പോൾ നമ്മുടെ വെയിറ്റ് അനുസരിച്ച് വേണ്ടേ നമ്മൾ വെള്ളം കുടിക്കാൻ? നമുക്ക് 60 കിലോ വെയിറ്റ് ആണെങ്കിൽ എത്ര വെള്ളം കുടിക്കണം? എത്ര ലിറ്റർ വെള്ളം കുടിക്കണം? 60 കിലോ വെയിറ്റ് ഉള്ള ആൾ 3 ലിറ്റർ, 80 കിലോ വെയിറ്റ് ഉള്ള ആൾ 4 ലിറ്റർ. അപ്പോൾ 70 കിലോ വെയിറ്റ് ഉള്ള ആളോ? 70 കിലോ വെയിറ്റ് ഉള്ള ആൾ 3.5 ലിറ്റർ, അല്ലേ? ഇങ്ങനെ കണക്കാക്കി കുടിക്കണ്ടേ? വെള്ളം കുടിക്കാൻ മടിയുള്ള കുട്ടികളാണെന്ന്, അല്ലേ? വെള്ളം ചില കുട്ടികൾ ക്ലിനിക്കിൽ വരുമ്പോൾ വെള്ളം കുടിക്കാൻ പറയുമ്പോൾ പറയും, എന്തിനാ ഡോക്ടറെ, സ്കൂളിൽ ബാത്റൂം ഒന്നും തീരെ വൃത്തിയില്ല, അപ്പോൾ ബാത്റൂമിലൊന്നും പോകാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കാറില്ല. വെള്ളം കുടിക്കണ്ടേ? ഏറ്റവും കൂടുതൽ നമ്മളെ ബ്ലഡിനെ ശുദ്ധീകരിക്കുന്ന സാധനം ഏതാ? ഏറ്റവും കൂടുതൽ ബ്ലഡിനെ ശുദ്ധീകരിക്കുന്നത് വെള്ളമാണ്, അല്ലേ? വെള്ളമാണ്. എപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കേണ്ടത്? എപ്പോഴാണ് കുടിക്കേണ്ടത്? രാവിലെ എഴുന്നേറ്റ ഉടനെ കുടിക്കണം, അല്ലേ? എഴുന്നേറ്റ ഉടനെ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം? 1 ഗ്ലാസ് മതി, അതന്നെ ആയാലായി, അല്ലേ? എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം? 4 ഗ്ലാസ് വെള്ളം കുടിക്കണം, അല്ലേ? 4 ഗ്ലാസ് വെള്ളം കുടിക്കണം. അതിങ്ങനെ നിന്നിട്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് കുടിക്കണോ വേണ്ടത്? എങ്ങനെ വെള്ളം കുടിക്കേണ്ടത്? ഒന്ന് ഇരിക്കണം, അല്ലേ? ഇരുന്നിട്ട് കുടിക്കണം. പിന്നെ വലത് കയ്യിൽ പിടിച്ച് കുടിക്കണം. പിന്നെ സിപ്പായിട്ട് കുടിക്കണം. ഒറ്റയടിക്ക് അങ്ങോട്ട് കുടിക്കലല്ല, സിപ്പായിട്ട് കുടിക്കണം. ഇതൊക്കെ ഇസ്ലാമിൽ പഠിപ്പിച്ച് തരുന്നുണ്ട്, അല്ലേ? നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ടോ? ഇല്ല, അല്ലേ? ഇനി ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആണോ ശേഷമാണോ വെള്ളം കുടിക്കേണ്ടത്? ശേഷം, മുന്നേ, അപ്പം തന്നെ, ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ. അരമണിക്കൂറിൻ്റെ ഒരു ഗ്യാപ്പ് ഇടണം, അല്ലേ? മുന്നേ ആയാലും ശേഷമായാലും നമ്മളൊരു അരമണിക്കൂറിൻ്റെ ഗ്യാപ്പ് ഇടണം. ഓരോ ഉരുള ചോറിനൊപ്പം വെള്ളം കുടിക്കാൻ പാടുണ്ടോ? ഭക്ഷണം ദഹിക്കില്ല, അല്ലേ? ഏറ്റവും കൂടുതൽ ദഹനത്തെ അത് ബാധിക്കും. ദഹനത്തെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക? ശരിക്കും ഭക്ഷണം ദഹിക്കില്ല, അല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് നെഞ്ചരിച്ചിലായി, പുളിച്ചു തേട്ടലായി, വയറിന് ഗ്യാസായി, അല്ലേ? ശരിക്കും കഴിക്കുന്ന ഭക്ഷണമൊന്നും ദഹിക്കുന്നില്ല, ഭക്ഷണത്തിനോടൊരു രുചി തോന്നുന്നില്ല, ഒരു മനം പരട്ടൽ, അല്ലേ? ഉരുണ്ട് കയറൽ, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്, അല്ലേ? ഇനി കുളിക്കുന്നതിന് മുൻപ് വെള്ളം കുടിക്കണോ? കുളിക്കുന്നതിന് മുൻപ് വെള്ളം കുടിക്കണോ? വേണ്ട. BP കൺട്രോൾഡ് ആവണോ? നിങ്ങളെ ബ്ലഡ് പ്രഷർ നിയന്ത്രണത്തിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കുന്നതിന് മുൻപ് 1 ഗ്ലാസ് വെള്ളം കുടിക്കണം. ഉറങ്ങുന്നതിന് മുൻപ് കുടിക്കണോ? എന്തിന്, അല്ലേ? കുടിക്കണം. എന്തിനാണ്? നമ്മൾ ഹൃദയം, അല്ലേ? നമ്മൾ ഉറങ്ങുമ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരില്ലേ വയറ്റിൽ? നമ്മൾ ഉറങ്ങുമ്പോൾ ഹൃദയം പ്രവർത്തിക്കുന്നില്ലേ? ഹൃദയത്തിന് ഉറക്കമുണ്ടോ? അത് കൃത്യമായിട്ട് ലബ്ഡപ്പ് എന്നിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അതിന് പ്രവർത്തിക്കണമെങ്കിൽ, നല്ല രീതിയിൽ ശക്തിയോടുകൂടി പ്രവർത്തിക്കണമെങ്കിൽ, ആരോഗ്യം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉറങ്ങുന്നതിന് മുൻപ് 1 ഗ്ലാസ് വെള്ളം കുടിക്കണം, അല്ലേ? അത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ
ഉഷാറാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ വെള്ളം കുടിച്ചില്ലെങ്കിൽ വരുന്ന അസുഖം എന്താ? വെള്ളം കുടിച്ചില്ലെങ്കിൽ വരുന്ന അസുഖം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രപ്പഴുപ്പ് അല്ലേ? മൂത്രപ്പഴുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മൂത്രം ഒഴിക്കാനിരുന്നാൽ അല്ലേ, മൂത്രം ശരിക്ക് പോവാതിരിക്കുക, കുറേശ്ശെ ആയിട്ട് പോവുക. എന്ന് എണീറ്റ് പോരാൻ കഴിയുമോ? ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും അല്ലേ, ഭയങ്കര വേദന തോന്നും, ഒരു വല്ലാത്തൊരു വിമ്മിഷ്ടം ആ ഭാഗം വെച്ചിട്ട്. അതിന് മൂത്രപ്പഴുപ്പിന് ഏറ്റവും വലിയ കാരണം എന്താ? വെള്ളം കുടിക്കാത്തതല്ല പ്രധാന കാരണം. എന്താണ് മൂത്രപ്പഴുപ്പിന് ഏറ്റവും വലിയ കാരണം? മൂത്രം പിടിച്ചു വെക്കുന്നതാണ് അല്ലേ? ആൻസർ ടു ദ നേച്ചേഴ്സ് കോൾ. മൂത്രമൊഴിക്കാൻ തോന്നിയാൽ, സിഗ്നൽ വന്നാൽ പോയി മൂത്രമൊഴിക്കണം. ഇത് പിടിച്ചു വെക്കുകയാണ്. പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്രപ്പഴുപ്പ്, മൂത്രക്കല്ലും ഒക്കെ വരും അല്ലേ? രണ്ടാമത്തെ കാരണം വെള്ളം കൂടി കുറയുന്നത് കൊണ്ട്. മൂന്നാമത്തെ കാരണം വൃത്തിയില്ലാത്തത് കൊണ്ട്. വൃത്തിയില്ലാത്ത ഇന്നർ വെയറുകൾ ധരിക്കുന്നത് കാരണവും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാം. വൃത്തി വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്, ശുചിത്വം. വൃത്തി ഈമാൻ്റെ പകുതിയാണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ അല്ലേ? ഇന്നത്തെ കുട്ടികൾ വൃത്തിയുടെ കാര്യത്തിൽ വളരെ പിന്നോട്ടാണ്. ദിവസവും തല നനച്ച് കുളിക്കാത്ത പെൺകുട്ടികളെയും ആൺകുട്ടികളെയാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളെയാണ് ഇന്ന് കൗമാരക്കാരിൽ കൂടുതൽ കണ്ടുവരുന്നത്. നിങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല, കൂടുതൽ പേരും ദിവസവും തല നനക്കില്ല. എന്താ കാരണം? യൂട്യൂബ് വീഡിയോയിൽ ആരോ പറയുന്നുണ്ട് തല നനച്ച് കഴിഞ്ഞാൽ മുടി കൊഴിയും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണോ? ദിവസവും തല നനക്കണ്ടേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നനക്കണം അല്ലേ? തല നനച്ച് കുളിക്കുമ്പോൾ നമ്മൾ ചെവിയുടെ മുകളിൽ വെള്ളം വീഴുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇവിടെ ഒരു മർമ്മമുണ്ട് അല്ലേ? ഇവിടെ ഒരു മർമ്മമുണ്ട്, വിതുരാമർമ്മം എന്ന് പറയും. ഈ വിതുരാമർമ്മത്തിൻ്റെ മുകളിൽ വെള്ളം വീഴുമ്പോൾ നമുക്ക് വിശപ്പ് തുടങ്ങും. ശ്രദ്ധിച്ചിട്ടില്ലേ? അതുകൊണ്ടല്ലേ കുളിക്കുന്നതിന് മുൻപ് ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞത്? കുളിച്ചതിന് ശേഷമല്ലേ ഭക്ഷണം കഴിക്കേണ്ടേ? കുളത്ത് പോയി കുളിച്ചിട്ടുണ്ടോ ആരെങ്കിലും? നീന്തി കുളിക്കുമ്പോൾ നമുക്ക് എന്താ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുക? ഭയങ്കര വിശപ്പായിരിക്കും അല്ലേ? വിതുരാമർമ്മത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം തട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും നമുക്ക്. ഇപ്പം നമുക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ അല്ലേ, നല്ല വിശപ്പോട് കൂടിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വേഗം ദഹിക്കുകയും ചെയ്യും. കുളിക്കുമ്പോൾ നമുക്ക് വിശപ്പ്, HCl ആസിഡിൻ്റെ ഉൽപ്പാദനം കൂടുന്നുണ്ട്. നമ്മൾ കുളി നിർബന്ധമാക്കപ്പെട്ട സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? കുളി നിർബന്ധമാക്കപ്പെട്ട സാഹചര്യങ്ങൾ വേഗം പറയും. സ്നാനം നിർബന്ധമാക്കപ്പെട്ട സാഹചര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? പീരിയഡ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുളി നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ? പിന്നെ ഈ സെക്ഷൽ റിലേഷൻഷിപ്പ്, സെക്ഷൽ കോണ്ടാക്റ്റ് കഴിഞ്ഞാൽ കുളി നിർബന്ധമാക്കിയിട്ടുണ്ട്. പിന്നെ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ, ചൈൽഡ് ബർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ലേബർ കഴിഞ്ഞാൽ കുളി നിർബന്ധമാക്കിയിട്ടുണ്ട്. അടുത്തത് വെള്ളിയാഴ്ച പള്ളി പോകുന്നതിന് മുൻപ് കുളി നിർബന്ധമല്ലേ അല്ലേ? ഒരു സുന്നത്താണ് അല്ലേ? സുന്നത്താണ്. പിന്നെ ഈദിന് പള്ളി പോകുന്നതിന് മുൻപ് കുളി സുന്നത്തല്ലേ? ആണ്. പിന്നെ ഹജ്ജ് കർമ്മത്തിന് നിർവഹിക്കാൻ പോകുമ്പോൾ കുളിച്ചിട്ടല്ലേ പോവുക അല്ലേ? ഇഹ്റാം കെട്ടിയിട്ട് കുളിച്ചിട്ട് ഇഹ്റാം കെട്ടിയിട്ടാണ് പോവുക. അപ്പോൾ ഇങ്ങനെയുള്ള കുളിക്ക് അത്രത്തോളം പ്രാധാന്യം നൽകുന്ന ഒരു മതമാണ് ഇസ്ലാം. പക്ഷേ പലപ്പോഴും കുട്ടികൾ കുളിക്കാൻ മടിക്കുന്നുണ്ട്. ഏറ്റവും ആരോഗ്യപൂർണ്ണമായിട്ടുള്ള സംഗതിയാണ്, ശുചിത്വത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകമാണ് സ്നാനം എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ 5 നേരം വുദു എടുക്കുന്നത് പോലും എത്രത്തോളം ശുചിത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് പഠിപ്പിച്ച് തരികയാണ് ശുദ്ധീകരിക്കുന്നതിലൂടെ. ഇനി ഈ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ കുളി മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ? ഏറ്റവും കൂടുതൽ പ്രശ്നം വരാറ് പലപ്പോഴും വൃത്തിയില്ലായ്മ എന്ന് പറയുന്നത് വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കായ്മ കൂടിയാണ്. വസ്ത്രം വൃത്തിയാവാൻ നമ്മൾ എന്താ ചെയ്യേണ്ടേ? വസ്ത്രം വൃത്തിയാവാൻ നമ്മൾ എന്ത് ചെയ്യണം? തിരുമ്പിയാൽ മാത്രം മതിയോ? അലക്കിയാൽ മാത്രം മതിയോ? ദ ബെസ്റ്റ് നാച്ചുറൽ ഡിസിൻഫെക്റ്റൻ്റ് എന്താണ്? ഏറ്റവും കൂടുതൽ അണുക്കളെ നശിപ്പിക്കാനുള്ള പ്രകൃതിയുടെ ശക്തി വെയിൽ, സൺലൈറ്റ് അല്ലേ?
നമ്മളെന്തിനാ വസ്ത്രങ്ങളെ അയലിൽ കൊണ്ടുപോയിടുന്നത്? ബാക്ടീരിയാസ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഉണങ്ങാൻ വേണ്ടി മാത്രമല്ല, പിന്നെന്താ, അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? പലപ്പോഴും കുട്ടികൾ ഇന്നത്തെ കാലത്ത് വാഷിംഗ് മെഷീൻ്റെ ഉപയോഗം വന്നതോട് കൂടിയിട്ട് ഡ്രസ്സ് അലക്കൽ നിന്നു, ഇന്നർ വെയർ അലക്കൽ പോലും നിന്ന അവസ്ഥയാണ് അല്ലേ? എല്ലാം കൂടെ അതിനകത്തിട്ട് തിരിക്കലാണ്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ ഇന്നർ വെയറൊക്കെ ശരിക്കും വൃത്തിയാക്കി നല്ല ശുചിത്വത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ട വസ്ത്രങ്ങളാണ്. അത് കാരണം വരുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. ശരിക്കും ശുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ പെൺകുട്ടികളിൽ 98% പെൺകുട്ടികളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ? വൈറ്റ് ഡിസ്ചാർജ്, വെള്ളപ്പോക്ക് എന്ന് പറയും. സാധാരണ ഭാഷയിൽ അസ്ഥിയുരുക്കം എന്ന് പറയും. അസ്ഥിയുരുക്കം കേട്ടിട്ടില്ലേ? അസ്ഥിയുരുക്കം എന്താണ്? മൂത്രമൊഴിക്കുന്ന ഭാഗത്തു കൂടെ, വജൈനെ കൂടെ വെള്ള കളറിലൊരു ദ്രാവകം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആദ്യം ഒന്നും ചൊറിച്ചിലുണ്ടാവില്ല, പിന്നെ അത് കളറ് മാറി മഞ്ഞ കളറാവും. അപ്പം നല്ല ചൊറിച്ചിൽ അനുഭവപ്പെടാൻ തുടങ്ങും. പിന്നെ വീണ്ടും ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കളറ് മാറിയിട്ട് ചുവപ്പ് കളറാവും. അപ്പോഴേക്കും ചീത്ത സ്മെല്ലൊക്കെ ആ ഭാഗത്ത് നിന്ന് വരാൻ തുടങ്ങും. പിന്നെയും ശ്രദ്ധിച്ചില്ലെങ്കിൽ കറുപ്പ് കളറാവും. അതാണ് വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞത്. ഇത് ചെറിയ അസുഖമായിട്ട് കാണരുത്. ഇത് വലിയ രോഗങ്ങളിലെ ഉണ്ടാക്കാനുള്ളൊരു തുടക്കമായിട്ട് സംഭവിക്കാറുണ്ട്. അസ്ഥിയുരുക്കം വരാൻ കാരണം എന്താ? പ്രധാനപ്പെട്ട കാരണം വൃത്തിയില്ല എന്നുള്ളതാണ്. വൃത്തിയുള്ള ഇന്നർ വെയറുകൾ ധരിക്കുന്നില്ല. നമ്മുടെ ഇൻറ്റേർണൽ അവയവങ്ങൾ, അതായത് ഈ വജൈന പോലുള്ള അവയവങ്ങൾ വൃത്തിയോടുകൂടി സൂക്ഷിക്കുന്നില്ല അല്ലേ? ഷെയ്വ് ചെയ്യലും കാര്യങ്ങളും അതൊന്നും കൃത്യമായിട്ട് ചെയ്യുന്നില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം അസ്ഥിയുരുക്കത്തിന് വൃത്തി മാത്രമല്ല കേട്ടോ കാരണം. കോട്ടൺ ഇന്നർ വെയർ ധരിക്കണം, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ എപ്പോഴും കഴിക്കുന്നൊരു ഭക്ഷണമാണ് അതിന് കാരണം. ഏതാണ്? അസ്ഥിയുരുക്കം വരുന്ന കുട്ടികൾ എപ്പോഴും കഴിക്കുന്ന ഭക്ഷണം അച്ചാറുകൾ അല്ലേ? അച്ചാറുകൾ തൊടരുത്, കഴിക്കരുത്, കണ്ണ് കൊണ്ട് കാണരുത്. കണ്ട അസ്ഥിയുരുക്കം വരും അല്ലേ? അച്ചാറ് മാത്രം ഒഴിവാക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും മുഖത്തും ഒരു സങ്കടം വന്നു. അച്ചാറൊക്കെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. ഉപ്പിലിട്ടതും മുളക് കറികളും വിനേഗർ അടങ്ങിയ സാധനങ്ങളും ബേക്കറികളും ഒക്കെ അസ്ഥിയുരുക്കത്തിന് കാരണമായി മാറാറുണ്ട്. അയ്യോ, പിന്നെ എന്ത് കഴിക്കും? നല്ല ഭക്ഷണങ്ങൾ വേറെ എന്തെല്ലാം ഉണ്ട്, അതൊക്കെ കഴിക്കാം അല്ലേ? നല്ല വെള്ളം കുടിക്കാം. മൂന്നാമത്തെ കാരണം അസ്ഥിയുരുക്കത്തിന് വെള്ളം കൂടി കുറയുന്നതാണ്. വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രേഷൻ ശരിക്കും നടക്കില്ല. ബോഡിയുടെ ഫ്ലൂയിഡ് കണ്ടൻറ്റ് കുറയുന്നതിനനുസരിച്ച് ഹൈഡ്രേഷൻ നടക്കില്ല. ഈ വൃത്തിയുടെ ഏറ്റവും വലിയ പാഠം പഠിപ്പിച്ച് തന്നൊരു കാലഘട്ടമുണ്ട്. ഏതായിരുന്നു ആ കാലഘട്ടം? കൊറോണ വന്നപ്പോൾ എന്തോരം വൃത്തിയായിരുന്നു എല്ലാവർക്കും അല്ലേ? ഒരു 1.5 വൃത്തിയായിരുന്നു. അതൊക്കെ എവിടെ പോയി അല്ലേ? അപ്പോൾ വൃത്തി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ അപ്പോൾ എന്തൊക്കെയായി? ഭക്ഷണമായി, വ്യായാമം, വെള്ളം, വൃത്തി. ഇനി 5ാമത്തെ ഘടകം എന്താണ്? 5ാമത്തത് വിശ്രമം, ഉറക്കം അല്ലേ? ഉറക്കം. എത്ര സമയം നമ്മൾ കിടന്നുറങ്ങണം? എത്ര മണിക്കൂർ കിടന്നുറങ്ങണം? 6 to 8 hours അല്ലേ? 6 to 8 hours ഡെയിലി നമ്മൾ ഉറങ്ങണം അല്ലേ? ഈ ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ നമ്മളെ ബോഡിക്ക്? ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും നടക്കുന്നുണ്ടോ നമ്മുടെ ബോഡിയിൽ? എന്താ നടക്കുന്നത്? വളർച്ച നിൽക്കുന്നില്ല അല്ലേ? ഏറ്റവും കൂടുതൽ വളർച്ച സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതല്ലാതെ ഉറങ്ങുന്ന സമയത്ത് ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നുണ്ട് അല്ലേ? ഡീടോക്സിഫിക്കേഷൻ, നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്ത അഴുക്കുകളും വേണ്ടാത്ത കോശങ്ങളും ഒക്കെ ചിലത് നശിച്ചവിടെ കിടക്കുന്നുണ്ടാവും. അത് ശരീരത്തിന് എന്ത് ചെയ്യണം? അതിനെ ഒഴിവാക്കി കളഞ്ഞ് പുതിയ കോശങ്ങളെ ശക്തിപ്പെടുത്തണം. അതാണ് ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത്.
ഈ ഡീടോക്സിഫിക്കേഷൻ നടത്തുന്ന അവയവം ഏതാണ് നമ്മുടെ ശരീരത്തിൽ? പ്രധാനമായിട്ടുള്ള ഒരു അവയവം ലിവർ, അല്ലേ? ലിവറാണ് ഡീടോക്സിഫിക്കേഷൻ സെൻറ്റർ. ലിവർ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന സമയം രാത്രി 10:11 മുതൽ 3 മണി വരെയാണ്. ആ സമയത്ത് നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ഡീടോക്സിഫിക്കേഷൻ ഡെയിലി നടക്കില്ല എന്ന് മനസ്സിലാക്കാം. ഇന്നത്തെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡി ആണ്, അല്ലേ? വൈറ്റമിൻ ഡി നിങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടോ? നിങ്ങളെ വൈറ്റമിൻ ഡിയുടെ അളവ്, HBയുടെ അളവ് നോക്കിയിട്ടുണ്ടോ? എത്ര ഉണ്ട്? 8. വേറെ ആരാ HBയുടെ അളവ് നോക്കിയാൾ? എത്ര വേണം നമുക്ക്? എത്ര വേണം HB? 12 വേണം. 8 മതിയോ? 8 മതിയോ? 12 മുതൽ 14 വരെ വേണം, അല്ലേ? വൈറ്റമിൻ ഡി പലപ്പോഴും വളരെ കുറവാണ് കുട്ടികൾക്ക്. എന്തുകൊണ്ട്? ഈ വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്യുന്ന ആരാ? സൂര്യനാണ്, അല്ലേ? നമ്മൾ വെയിൽ ശരിക്ക് സൂര്യൻ പ്രകാശം ഏറ്റാൽ തന്നെ നമുക്ക് വൈറ്റമിൻ ഡി നന്നായിട്ട് കിട്ടും. പണ്ടുള്ള കുട്ടികൾക്കൊക്കെ വൈറ്റമിൻ ഡി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താ വൈറ്റമിൻ ഡി ഇല്ലാത്തത്? സൂര്യൻ അന്നുണ്ട് ഇന്നും ഉണ്ട്. സൂര്യൻ അന്നും വൈറ്റമിൻ ഡി സപ്ലൈ ചെയ്യുന്നുണ്ട്, ഇന്നും സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടാത്തത്? സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും, അല്ലേ? സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് പുതിയ നല്ല ഉത്തരം. അത് യൂസ് ചെയ്യുന്നുണ്ട്. അതിവിടെ നമ്മൾ മുഖത്ത് മാത്രമല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ, പക്ഷെ ബാക്കിയുള്ള അവയവങ്ങളിലൊക്കെ കിട്ടാലോ, അല്ലേ? പിന്നെന്താ? വീട്ടിൽ തന്നെ നിങ്ങൾ പുറത്തിറങ്ങാറില്ല? അധികം വീട്ടിലിരിക്കുന്നതുകൊണ്ട്. കോവിഡ് സമയത്ത് ഭയങ്കര രൂക്ഷമായിരുന്നു കേട്ടോ. കോവിഡ് സമയത്ത് അടക്കി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആയിരുന്നു. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയിൽ നമുക്ക് എന്താ തോന്നുക? വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ മുടി നന്നായിട്ട് അങ്ങോട്ട് കൊഴിയാൻ തുടങ്ങും, അല്ലേ? പിന്നെ മുഖത്ത് ചിലർക്ക് പാടുകളൊക്കെ വരാൻ തുടങ്ങും. പിന്നെ എല്ലാത്തിനും ഒരു നെഗറ്റീവ് ഫീലിംഗ്, ഭയങ്കര ഡിപ്രഷൻ, സങ്കടം തന്നെ, എപ്പോഴും ഒരു ദുഃഖം, അല്ലേ? ഒരു സ്ട്രെസ്ഡ് മൈൻഡ് ആയിട്ട് വരും. അപ്പോൾ ഈ വൈറ്റമിൻ ഡി കിട്ടാത്ത എന്താ കാരണം എന്നറിയോ? നിങ്ങളെ ശരീരം ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. സൂര്യൻ തരുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണ്ടേ? അതിന് നിങ്ങളെ ജീവിത രീതി ശരിയല്ല, നിങ്ങളെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യില്ല, നിങ്ങളെ ഉറക്കം ശരിയല്ലെങ്കിൽ പോലും വൈറ്റമിൻ ഡി കിട്ടില്ല. ലിവറിൻ്റെ ഫങ്ഷന് കുറയും. ലിവറിൻ്റെ ഫങ്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി പോലും ആഗിരണം ചെയ്യാനുള്ള കഴിവ് നമ്മളെ ബോഡിക്ക് നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം റിലേറ്റഡാണ്, ഇതെല്ലാം വളരെയധികം റിലേറ്റഡാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് ശ്രദ്ധിക്കണം. ഭക്ഷണം, വ്യായാമം, വിശ്രമം, വെള്ളം, ശുചിത്വം, ഇത് ഓരോന്നും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. തൈറോയിഡ് ശരിക്കും നമ്മുടെ ശരീരത്തിലുള്ളൊരു ഗ്രന്ഥിയാണ്, അല്ലേ? തൈറോയിഡ് ഗ്ലാൻഡ്. ഈ തൈറോയിഡിൻ്റെ അളവ് കൂടാം കുറയാം. നോർമലി എത്രയാണ് തൈറോയിഡിൻ്റെ അളവ്? TSH എന്നാ പറയുക, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 5.5 അതിൻ്റെ നോർമൽ, അതിൻ്റെ അളവ് എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും കുട്ടികൾക്ക് അതിൻ്റെ അളവ് കൂടുതലും വരാം, കുറവും വരാം, അല്ലേ? അപ്പോൾ ഈ 5.5 അധികം 5.5 കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും. ഹൈപ്പോ കൂടുമ്പോൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയാം. അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? ശരീരം ഇങ്ങനെ വണ്ണം വെച്ച് വരാൻ തുടങ്ങും, അല്ലേ? കഴുത്തൊക്കെ ഭയങ്കര തടിച്ച കഴുത്തായിട്ട് ഇങ്ങനെ ലെയറായി കിടക്കുന്ന പോലെ തോന്നും. തൈറോയിഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ എല്ലാവിധ ഘടകങ്ങളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ്. ദഹന പ്രശ്നം വരും, മെൻസ്ട്രൽ പ്രശ്നം വരും, ഉറക്ക പ്രശ്നം വരും, അല്ലേ? സ്ട്രെസ്സിൽ വലിയ വ്യത്യാസങ്ങൾ വരും, ബോഡിയുടെ വെയ്റ്റിൽ വലിയ വ്യത്യാസങ്ങൾ വരും, മൊത്തത്തിൽ ബാധിക്കപ്പെടും. ശരീരം വണ്ണം വെക്കുന്നതായിട്ട് തോന്നും. ഹൈപ്പോ തൈറോയിഡിസത്തിലാണ് ശരീരം വണ്ണം വെക്കുക. പിന്നെ ചിലർക്ക് വയറ് ചാടി വരിക, അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾ വരിക, ഉറക്കം കിട്ടാത്തത് അവസ്ഥ വരിക, മെൻസ്ട്രേഷൻ കംപ്ലീറ്റ്ലി ഇറഗുലറായിട്ട് മാറുക,
പുറമേക്ക് കഴുത്ത് തടിച്ച് വരുന്നതായിട്ട് തോന്നുക, പിന്നെ ഇങ്ങനെ മൊത്തത്തിൽ ഭയങ്കര അനീമിക്കായി മാറുക, അനീമിയ വരും, രക്തവളർച്ച വരും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഹൈപ്പോ തൈറോയിഡിസത്തിൽ വരും. വേറൊരു ഘടകമുണ്ട് ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ എന്താ? തൈറോയിഡിൻ്റെ അളവ് വളരെ വലിയ രീതിയിൽ 0.1 എന്നുള്ള രൂപത്തിലേക്കൊക്കെ കുറയുക അല്ലേ? അങ്ങനെ വരുമ്പോൾ വരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഹൈപ്പർ തൈറോയിഡിസത്തിൽ മെലിച്ചിൽ വരും, ശരീരം മെലിഞ്ഞ് വരും. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സാധനം അല്ലേ, കഴുത്തിലൊരു മുഴ പോലെ കണ്ടില്ലേ, ഗോയിറ്റർ അല്ലേ, ചെറിയൊരു മുഴ പോലെ വരും. ഭയങ്കര കിതപ്പ് വരും, ഒന്നും ചെയ്യാൻ കഴിയില്ല, അപ്പോഴേക്കും കിതക്കുക അല്ലെ, ഹാർട്ട് ബീറ്റ് കൂടുക. പിന്നെ കണ്ണിങ്ങനെ തള്ളി വരുന്ന പോലെ ഫീൽ ചെയ്യും. അത് കൂടിയ അവസ്ഥയിലാണ് കണ്ണിങ്ങനെ തള്ളി വരുന്നത് പോലെ നമ്മൾ ഫീൽ ചെയ്യും. പഠിക്കാനുള്ള ഉന്മേഷം കുറയും. മെമ്മറൈസ് ചെയ്യാൻ കഴിയില്ല, പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും മെമ്മറൈസ് ചെയ്യാൻ പറ്റാത്ത പോലെ വരും. മെൻസ്ട്രേഷൻ ഇറഗുലറായി വരും, ഉറക്കം ഇറഗുലറായി വരും, കോൺസ്റ്റിപ്പേഷൻ വരും, ശോധനക്കമ്മി, കോൺസ്റ്റിപ്പേഷൻ വരും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ വരും. അതിൽ പ്രധാനമായിട്ട് ടാക്കിക്കാർഡിയ, ഭയങ്കര ഹൃദയമിടിപ്പ് കൂടുക. ടാക്കിക്കാർഡിയ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിലധികം ഇടിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കര കിതപ്പ് പോലെ ഫീൽ ചെയ്യുക. മെലിച്ചിലും വരും, ഗോയിറ്ററും വരും അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൽ. രണ്ടും പ്രശ്നമാണ്, രണ്ടും മരുന്ന് കഴിക്കണം, മരുന്ന് കഴിച്ച് മാറ്റണം. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ വന്നതിൻ്റെ ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതെന്താ? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലേ? വരാതെ നോക്കുക എന്നുള്ളതാണ്. ലൈഫ് സ്റ്റൈല്, തൈറോയിഡൊക്കെ കുറേയൊക്കെ ഹെറിഡിറ്ററിയാണ്, പാരമ്പര്യമായിട്ട് കിട്ടും അല്ലേ? PCODയും ഹെറിഡിറ്ററിയാണ്, ചില ഡിസീസുകളൊക്കെ ഹെറിഡിറ്ററിയാണ്. പക്ഷെ എന്ത് ചെയ്യാം? നല്ല രീതിയിലുള്ളൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്ക് അതിനെ തടുക്കാനായിട്ട് കുറേയൊക്കെ കഴിയും എന്ന് മനസ്സിലാക്കുക കേട്ടോ. സാധാരണ നമ്മൾ ഉറക്കം നിഷേധിക്കപ്പെട്ട സമയങ്ങളുണ്ട് ഇസ്ലാമിൽ അല്ലേ? ഏതൊക്കെയാണ് ഉറക്കം നിഷേധിക്കപ്പെട്ട സമയങ്ങൾ? മഗ്രിബ് ഇശയുടെ ഇടയിൽ ഉറങ്ങാൻ പാടുണ്ടോ? ഇല്ല. പിന്നെ സുബഹിക്ക് ശേഷം, അസർക്ക് ശേഷം ഉറങ്ങാൻ പാടില്ല അല്ലേ? ഉദയം വരെ കിടന്നുറങ്ങരുത്. ഇങ്ങനെ കുറേ സമയങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും എന്താണെന്നറിയോ? ഇതെല്ലാം സയൻറ്റിഫിക്കലി കൂടി പ്രൂവൺ ആയിട്ടുള്ളതാണ്. ഇസ്ലാമിൽ വർഷങ്ങൾക്ക് മുൻപ് പഠിച്ച സംഗതികൾ ആണ്. ഇപ്പോൾ ശാസ്ത്രം അത് ശരിയാണ്